വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിമൽ കല്ലാത്ത് ഫ്രം മോട്ടോ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് Brotherhood എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എൻട്രി ലെവൽ ജാക്കറ്റായ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ ഫീച്ചേഴ്സും ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ MRP വരുന്നത് 6500 ആണ് വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മോഡൽ ഓൾ വെതർ ജാക്കറ്റ് എന്ന് പറയും. ഓൾ വെതർ ജാക്കറ്റ് മീൻസ് നമുക്ക് തെർമൽ ലൈനർ ഇതിനകത്ത് തന്നെ വരും, അതുകൂടാതെ വാട്ടർ പ്രൂഫ് ലൈനർ ഇതിനകത്ത് തന്നെ വരുന്നത്. അതിലും Brotherhood എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ മോഡൽ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ, ബാക്കിയുള്ള മോഡലിലെ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ലൈനർ ഔട്ട് സൈഡിൽ കൂടി വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇത് നമുക്കിതിൻ്റെ വാട്ടർ പ്രൂഫ് ലൈനർ വെക്കുന്നൊരു ഓപ്ഷനാണത്. അതുകൂടാണ്ട് ഇതിനകത്ത് ഹൈഡ്രേഷൻ ബാഗ് നമുക്ക് വെക്കാം. നമ്മൾ ലോങ് റൈഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ, നമുക്ക് ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഹൈഡ്രേഷൻ ബാഗ് നമുക്ക് ഇതിനകത്ത് തന്നെ ബാക്ക് പാക്കിനുള്ളിൽ തന്നെ ബാക്ക് പാക്കറ്റ് എക്സ്ട്രാ സെപ്പറേറ്റ് നമുക്ക് പുറത്ത് തൂക്കിയിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു ഏരിയയിൽ തന്നെ ഹൈഡ്രേഷൻ ബാഗ് ഇറക്കി വെക്കാം നമുക്ക്. പിന്നെ ആ മോഡൽ നമുക്ക് ലൈനർ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ലൈനറാണ്. ഇത് നമ്മൾ ജാക്കറ്റിൻ്റെ പുറത്ത് കൂടി ഇടുന്ന ലൈനറാണിത്. നമുക്ക് ഈ ലൈനറിൻ്റെ ബെനിഫിറ്റ്സ് എന്താ വരുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ലോങ് ട്രാവൽ ചെയ്യാൻ നേരത്ത് വല്ല റെയിനി ടൈമാണ്, മഴ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനർ പുറത്ത് കൂടി യൂസ് ചെയ്താൽ മതി. ജാക്കറ്റിൻ്റെ പുറത്ത് കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരു മൾട്ടിപർപ്പസ് ആണ് ഇത് വരുന്നത്. ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജാക്കറ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, ജാക്കറ്റ് നമുക്ക് നനയില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് ഫുള്ള് റിഫ്ലക്റ്റീവ് ആണ്, ഈ പ്രൊഡക്റ്റ് ഫുള്ള് റിഫ്ലക്റ്റീവ് ആണ്. അപ്പോൾ മഴയത്തൊക്കെ നമ്മൾ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി രാത്രി ടൈമിലൊക്കെ പോകുകയാണെങ്കിലും നമുക്ക് വേറെ വണ്ടിയുടെ ലൈറ്റ്സ് അടിക്കുമ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് എക്സ്ട്രാ റിഫ്ലക്റ്റീവ് വെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര വലിയ മഴയത്താണെങ്കിലും ഈ റിഫ്ലക്റ്റീവ് പൈപ്പിങ്സ് ഒന്നും നമുക്ക് അത്ര എടുത്ത് കാണില്ല. അപ്പോൾ ഈ ലൈൻ വരുമ്പോൾ എന്ന് വെച്ചാൽ ഫുള്ളി റിഫ്ലക്റ്റീവ് ആവും. പിന്നെ ജാക്കറ്റ് ഫ്രഷ് ആയിട്ടിരിക്കും, ജാക്കറ്റിന് വേറെ വിഷയം ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് പിന്നെ മഴ മാറിയാലും നമ്മൾ ഈ ലൈൻ ഊരി മാറ്റിയാലും ജാക്കറ്റ് ഒട്ടും നനയാണ്ട് ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ജാക്കറ്റ് നനയുമ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്കറ്റിൻ്റെ വെയിറ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളം നനഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിലേക്ക് ഇതിൻ്റെ ടെക്സ്റ്റൈലിലേക്ക് വെള്ളം നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അതിന് ചെറുതായിട്ട് വെയിറ്റ് വ്യത്യാസം വരും. അപ്പോൾ അതെന്ന് വെച്ചാൽ ജാക്കറ്റ് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡിഫറൻസ് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സ്ട്രെച്ച്നേഴ്സ് വരുന്നുണ്ട്. സ്ട്രെച്ച്നേഴ്സ് മീൻസ് നമുക്ക് ഒന്ന് എൽബോയിലും വരുന്നുണ്ട്, ഈ കോർണർ പോർഷനിലും, നമ്മുടെ കൈയുടെ ഈ കോർണർ പോർഷനിലും സ്ട്രെച്ച്നേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോർമലി ഈസിലി നമുക്ക് കൈയും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ടോട്ടിൽ ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ കൈ ഫ്രണ്ടിലോട്ടിൽ, ഇപ്പോൾ സപ്പോസ് R15 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് ഓടിക്കുമ്പോൾ ഈ പോർഷൻ സ്ട്രെച്ച് ആവുകയുള്ളൂ. ഒരിക്കലും നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ക്ലോത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രെച്ചിങ് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ടൈറ്റനിങ് ഫീൽ വരും നമുക്ക്. അതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് ഈ ഒരു കൈയുടെ ആമിൻ്റെ ഈ കോർണർ പോർഷനിൽ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെ, നമ്മൾ കൈ മടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇത് വലിയുള്ളൂ. ഒരിക്കലും ഇവിടെ ക്ലോത്ത് വരുമ്പോൾ ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത്, നമുക്ക് ടൈറ്റ്നസ് ഫുൾ അവൈലബിൾ ആണ്. കയ്യിലാണെങ്കിലും 2-way ടൈറ്റ്നേഴ്സാണ് അവൈലബിൾ. നമുക്ക് പൊക്കത്തും ടൈറ്റ്നർ വരുന്നുണ്ട്, കയ്യിലെ ആമിലും ടൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡും നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഈക്വലി നോക്കി ടൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കംഫർട്ടബിൾ അനുസരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു ജസ്റ്റ് എമർജൻസി ID പോക്കറ്റ് വരുന്നുണ്ട്. മേ ബി നമ്മുടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം. ഒരു എമർജൻസി പോക്കറ്റ് പോലെ, ജസ്റ്റ് ഒരു പോക്കറ്റ് പോലെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇതാണ് ബേസിക്കലി നമുക്ക് ഈ മോഡലിൽ നമ്മളുള്ള ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഉള്ളിലുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു മൊബൈൽ ഫോൺ വെക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മൊബൈൽ ഫോൺ വെച്ചിട്ട് അതിൻ്റെ ഓട്ട്സ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഹെഡ്സെറ്റോ സംതിങ് എന്തെങ്കിലും ഓട്ട്സ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോൺസ് നമുക്ക് ഇവിടെ തന്നെ ക്യാരി ചെയ്യാനും പറ്റും. പിന്നെ 3 സ്ഥലത്താണ് നമുക്ക് പാഡിങ്സ് വരുന്നത്. പാഡിങ്സ് വരുമ്പോൾ ഫുള്ള് ലെവൽ 2 ആണ്. എല്ലാ ആമേഴ്സും നമുക്ക് ലെവൽ 2 CE അപ്രൂവ്ഡ് ലെവൽ 2 പാഡിങ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു ഫീച്ചറും കൂടി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെസ്റ്റ് പാഡിങ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻബിൽഡ് ചെസ്റ്റ് പാഡിങ്സ് അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ചെസ്റ്റ് പാഡിങ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിനുള്ള പോക്കറ്റ് ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ പാഡിങ്സ് സെപ്പറേറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അത് എക്സ്ട്രാ ഒരു ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമാണെങ്കിൽ അത് സെപ്പറേറ്റ് വാങ്ങിച്ച് ഇൻസേർട്ട് ചെയ്യാം.